കഠിനകാലമാണ്, ചൂടാണ്, വെള്ളമില്ല. എങ്കിലും പോസിറ്റീവായുള്ള സ്റ്റോറികളുമുണ്ട്. കണ്ണൂരിന് ആ പേര് വരാൻ കാരണമായതൊരു പുഴയാണ്. നഗരത്തിനകത്തുകൂടെ തന്നെ ഒഴുകുന്ന കാനാമ്പുഴ എന്ന കണ്ണൂരുകാരുടെ സ്വന്തം പുഴ. പക്ഷേ എത്രയോ കാലമായി അനക്കമറ്റിരിക്കുകയായിരുന്നു. ആ പുഴയെ ജീവൻ വെപ്പിക്കാനുള്ള ശ്രമത്തിന് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുത്തിട്ടുണ്ട്. കാനാമ്പുഴ ശുചീകരണ യജ്ഞം ധനമന്ത്രി തോമസ് ഐസക് ഇന്ന് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കാലത്തിനൊപ്പം എന്ന പരിപാടിക്കെത്തിയ തോമസ് ഐസക് ന്യൂസ് 18 ജീവജലം ക്യാമ്പയിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. അതിലേക്ക് ന്യൂസ് 18 ജീവജലം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ധനമന്ത്രി തോമസ് ഐസക് ഇപ്പോൾ നമ്മളോട് ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തിലൂടെ കാര്യങ്ങൾ ചോദിച്ചറിയാം. സാറേ, ന്യൂസ് 18 ഇപ്പോൾ ഈ കുടിവെള്ള പ്രശ്നം അതുപോലെ രൂക്ഷമായ വരൾച്ചയുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. സാറിന് അതിനെക്കുറിച്ച് എന്താണ് ഞങ്ങളോട് പറയുന്നത്? ഹരിതകേരളം മിഷൻ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ജനകീയ ആവേശമായിട്ട് മാറിയിട്ടുള്ളത് ജലസംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. കാരണം അത്രയ്ക്ക് രൂക്ഷമായ വരൾച്ചയാണ്. മഴക്കാലത്ത് പെയ്യുന്ന മഴവെള്ളം മഴ തീരുന്നതിന് മുമ്പ് കടലിലെത്തുന്ന സ്ഥിതിയാണ്. ആ സംഭരിച്ചു വെക്കാനുള്ള തോടുകൾ, കുളങ്ങൾ, വയലുകൾ ഇതെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന കാലവർഷത്തെ വരവേൽക്കാൻ കേരളം ഒരുങ്ങുകയാണ്. ഇവിടെ കാനാപ്പുഴ, കൊട്ടാരക്കര, കുലമന്തോട്, കൊടുങ്ങല്ലൂർ, വലിയതോട്, പത്തനംതിട്ട, വരട്ടാറ്, ഈ ഒരാഴ്ച എത്ര പുഴകളാണ് പുനരുദ്ധരിക്കാൻ വേണ്ടി കേരളം ഇറങ്ങുന്നത്. അതിപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്ന പോലെ ആയിരക്കണക്കിന് ആളുകളാണ് പ്രവർത്തനത്തിന് സ്വയം സന്നദ്ധമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇത് കേരളത്തിലെ പാരിസ്ഥിതിക പ്രസ്ഥാന ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിട്ട് മാറാൻ പോവുകയാണ്. ഈ ഒരു ആവേശത്തെ ഒരു കൊടുങ്കാറ്റാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് എല്ലാ മാധ്യമങ്ങളും മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കണം. ന്യൂസ് 18 എടുക്കുന്ന ഇനീഷ്യേറ്റീവിനെ ഞാൻ അകവഴിഞ്ഞ് അഭിനന്ദിക്കുകയാണ്. സാറേ, ഈ മഴക്കുറവ് എല്ലാ കാര്യങ്ങളും അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലും നമ്മളെല്ലാ തരത്തിലും ഡെവലപ്ഡായ വികസിത രാജ്യങ്ങളോട് കടപിടക്കുന്ന ഒരു ജീവിത രീതി മലയാളികൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ മാലിന്യത്തോട് ഇത്തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ കുടിവെള്ളങ്ങളൊക്കെ ഇല്ലാതാക്കുന്ന ഈ ഒരു പ്രശ്നം മാറാണ് എന്ന് അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ വികസനത്തിന് പ്രക്രിയക്ക് പല പോരായ്മകളുണ്ട്. നേട്ടങ്ങളോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട പോരായ്മയായിട്ട് കാണുന്നത് വേണ്ടത്ര പാരിസ്ഥിതിക അവബോധമില്ലായ്മയാണ്. കാരണം നമ്മുടെ ഉൽപ്പാദന പ്രക്രിയകൾ പ്രകൃതി വിഭവങ്ങളെ കൊയ്യുന്നതിൽ കൂടുതൽ ഊന്നിക്കൊണ്ടുള്ളതായിരുന്നു. അത് കാടിൻ്റെ കാര്യത്തിലായാലും മലയോര കൃഷിയായാലും അല്ലെങ്കിൽ കടൽ വിഭവങ്ങൾ എടുക്കുന്നതായാലും ഇതിലൊരു തിരുത്തൽ വേണ്ടതുണ്ട്. അതിനുള്ള ജനകീയ അവബോധം ഉണ്ടാവണേ. കേരളത്തിൻ്റെ വികസനത്തിൻ്റെ പ്രത്യേകത ജനങ്ങളുടെ ഇടപെടലാണ്, ബോധമുള്ള മനുഷ്യൻ്റെ ഇടപെടലാണ്. അപ്പോൾ ഈ ജനകീയ അവബോധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു ഈ വരൾച്ചയോടുകൂടി ഇതിനെക്കുറിച്ചുള്ളൊരു ബോധം, മാറ്റം വേണം, ഇങ്ങനെ പോകാൻ പറ്റില്ല, കേരളം മാറണം എന്നൊരു തോന്നൽ വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്.